In last video, we have seen the definition of graph. Graph of a function y equal to f of x is the set of all x comma y, where y equal to f of x. So here we have given a graph of a particular function. We are asked to find some values from this particular graph, f of 3 and f of 5. How can we find f of 3? From this is the point where f3 comma minus 2. f of 5 means x value is 5. When x equal to 5, we are getting the y value is 3. That is, the point is 5 comma 3. What is the distance of the point 3 comma f of 3 from the x-axis? 3 comma f of 3. 3 comma f of 3 is here. Okay, as per the map, 3 comma 3 is here and the minus 2 here. 3 comma minus 2 lies below the x-axis. Distance of the point from the x-axis is 2 units and distance always will be positive. Okay, and the point 5 comma f of 5 lies above the x-axis and distance is f of 5 is 3 units. This is what they are telling. The distance here is 2 units and distance here is 3 units. Now what is the domain of f and range of f from this function? From it is clear that the x values varied from minus 1 to 7. So the domain is minus 1 to 7. And in the picture, it's clear that the values of y varied from minus 2 to 7. Okay, so the range will be minus 2 to 7. Now we are asked to draw the picture of f of x equal to 1 by x. Okay. f of x equal to 1 by x ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. f of x equal to 1 by x നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. f of x equal to 1 by x ആയാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടോ? എവിടെയാണ് പ്രശ്നമുള്ളത്? f of x equal to 1 by x ആയാൽ ഡിനോമിനേറ്റർ ആരാണ്? x ആണ് അല്ലേ. ഡിനോമിനേറ്റർ x വന്നാൽ എന്താണ് പ്രശ്നമുള്ളത്? വാല്യൂ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല അല്ലേ. സോ എക്സിൻ്റെ വാല്യൂ ഏത് വാല്യൂ എടുക്കാൻ പാടില്ല? 0 എന്ന് പറഞ്ഞ പോയിൻ്റ് അച്ചീവ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ ഏത് പോയിൻറ്റിനെ ഒഴിവാക്കണം? 0 എന്ന് പറഞ്ഞ പോയിൻറ്റിനെ ഒഴിവാക്കണം. സോ ഡൊമൈൻ വിൽ ബി -∞, 0 യൂണിയൻ 0, ഇൻഫിനിറ്റി. ഇനി പിക്ചർ എങ്ങനെ വരാനാണ് സാധ്യത? 1 by x ആണ് അല്ലേ. 1 by xന് ഈ താഴെയുള്ള ഡിനോമിനേറ്റർ വലുതാകും തോറും എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ കൂടും തോറും 1 by x എവിടേക്ക് പോവും? 0 ആവാനാണ് ചാൻസ് അല്ലേ. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുന്തോറും 1 by ആണ്. സോ 1 by വാല്യൂ കൂടുന്തോറും എന്താവും? അത് ആ 1 by xൻ്റെ വാല്യൂ ചെറുതായിട്ട് പോവും അല്ലേ. ഇനി 1 by 0ൻ്റെ ഇപ്പുറത്ത് 1ൻ്റെ ഇപ്പുറത്തുള്ള വാല്യൂസ് ആണെങ്കിലോ 1നേക്കാളും ഇപ്പുറത്തുള്ള വാല്യൂസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെടുക്കുന്നത് ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട പ്ലോട്ട് ചെയ്യേണ്ട സ്ഥലം 0യിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -∞, 0 യൂണിയൻ 0, ഇൻഫിനിറ്റിയിലാണ്. ഫംഗ്ഷൻ ആരാണ്? 1 by x ആണ്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം.
എഫ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്തായിരിക്കും ഉറപ്പായിട്ടും വാല്യൂ? എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? എക്സ് ഈക്വൽ ടു -1 ആകുമ്പോൾ വാല്യൂ എന്താ? എക്സ് ഈക്വൽ ടു -1 ആകുമ്പോൾ വാല്യൂ -1 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈ 2 പോയിന്റുകൾ ഉണ്ടെന്നുള്ളത് ഉറപ്പായി. ഇനി എന്താ അറിയാം നമുക്ക്? 1/xൻ്റെ വാല്യൂ ഈ ഡിനോമിനേറ്റർ കൂടുന്തോറും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താവും? കുറയും. ദാറ്റ് മീൻസ് ഇങ്ങോട്ട് പോകും തോറും ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞ് പോകും. ഓക്കെ. ഇനി ഈ 1ൻ്റെ ഇങ്ങോട്ടുള്ള എന്താ സംഭവിക്കാൻ ശ്രദ്ധിക്കുക. എന്താ ഉണ്ടാവും? 0 വരെ 1ൻ്റെ ഇപ്പർ സൈഡിൽ 1/, ആയതുകൊണ്ട് എന്തുണ്ടാവും? 1/1 ചെറിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x എന്തായിരിക്കും? വലിയ വാല്യൂ ആയിട്ട് പോവും. ദാറ്റ് ഈസ് 0ൻ്റെ അടുത്തേക്ക് ഫംഗ്ഷൻ പോകും തോറും എക്സ് വാല്യൂ പോകും തോറും ഫംഗ്ഷൻ്റെ വാല്യൂ കൂടി പോയിക്കൊണ്ട് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഓക്കെ. സോ ഇൻ ദിസ് വേ. ഓക്കെ. സോ 2 കാര്യം മനസ്സിലാക്കിയത്. എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും 1/xൻ്റെ വാല്യൂ കുറഞ്ഞ് 0യിലോട്ട് പോകും. തിരിച്ച് എക്സിൻ്റെ വാല്യൂ 0ൻ്റെ അടുത്തേക്ക് പോകും തോറും 1/xൻ്റെ വാല്യൂ കൂടി ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഇനി മൈനസ് ആകുമ്പോൾ എന്താ സംഭവിക്കാൻ ശ്രദ്ധിക്കുക. എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ കൂടുന്തോറും എന്ത് സംഭവിക്കും? 1/, നെഗറ്റീവ് വലിയ വാല്യൂസ്. ദാറ്റ് മീൻസ് എവിടേക്ക് പോകും? f(x)ൻ്റെ വാല്യൂ 0യിലോട്ട് പോകും. ദാറ്റ് ഈസ് ഈ സൈഡിലെ വാല്യൂ ഇങ്ങനെ 0യിലോട്ട് പോകുന്നുണ്ടാവും. ഓക്കെ. ഇനി -1 നിന്ന് 0യിലോട്ട് ഫംഗ്ഷൻ്റെ പോകുമ്പോൾ എന്തുണ്ടാവുക? ഫംഗ്ഷൻ്റെ 1/, എന്തുണ്ടാവും? നെഗറ്റീവ് വാല്യൂസാണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് എന്തുണ്ടാവും? അത് 0നേക്കാളും 1നേക്കാളും ചെറുതായിട്ടുള്ള നമ്പേഴ്സാണ് വരാൻ പോകുന്നത്. സോ 1/, ചെയ്യുമ്പോൾ അത് വലിയ വാല്യൂ ആവും. പക്ഷേ നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് വലിയ നെഗറ്റീവ് വാല്യൂസ് ആവും. ദാറ്റ് മീൻസ് -ഇൻഫിനിറ്റിക്ക് പോവും. എപ്പോൾ? എക്സിൻ്റെ വാല്യൂ എവിടേക്ക് പോകുമ്പോൾ? എക്സിൻ്റെ വാല്യൂ 0യിലോട്ട് നെഗറ്റീവ് ലൈനിൽ കൂടെ പോകുമ്പോൾ. ദാറ്റ് ഈസ് ഇങ്ങനെ താഴേക്ക് പോകും. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് അവർ f(x) ഈക്വൽ ടു 1/x. This is our sketch of f(x) equal to 1/x. Now അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്? The vertical line test. Okay. Vertical line test പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. The vertical line test. A curve in xy plane is the graph of a function f defined by the equation y equal to f(x) if and only if no vertical line intersects the curve at more than one point. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ കാണാം. ഒരു XY പ്ലെയിൻ വരച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു പോയിന്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ. ചോദ്യം, ഈ കർവ് ഒരു ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ഈ കർവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ പ്രകാരം എഫ് എന്ന് പറയുന്നത് ഇവിടെ പ്രകാരം എക്സ് എന്ന് ഏതെങ്കിലും സെറ്റ് എക്സ് എന്ന് വൈയിലോട്ടുള്ളതാണ്. അതിൽ എന്ത് വേണം നമുക്ക്? അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടുള്ളതാണ്. ഏത് എയിലെ പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവണം? ബിയിൽ യുണീക്കായിട്ട് ഒരു പോയിൻ്റ് ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ എക്സിൽ ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ഒരു വാല്യൂ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഏത് പോയിൻ്റ് എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിൻ്റ് ഉണ്ടാവാനേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഗ്രാഫ് ഈ രീതിയിലാണെങ്കിൽ എൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് എൻ്റെ ഗ്രാഫ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ എന്തുണ്ടാവണം? എനിക്കിവിടെയൊക്കെ എല്ലാ എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്താ കിട്ടുന്നത്? ഒരു പോയിൻ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കർവ് ഇങ്ങനെ ആക്കി വരച്ച് വെച്ചുകൊണ്ടാണ് കർവ് ഇങ്ങനെ പോകുന്നത്. സോ ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതേപോലെ തന്നെ കിട്ടും. അത് നമുക്ക് വളരെ പരിചയത്തുള്ള ഒരു പിക്ചറാണ് അവിടെ വരച്ചിട്ടുള്ളത്, പാരാബോള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഫംഗ്ഷൻ ഒന്നുകൂടി മാറ്റി വരയ്ക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഫംഗ്ഷൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയും വരച്ചിട്ടുണ്ട്. ഈ ആളെന്തായിരിക്കും? ഇത് ഫംഗ്ഷനായിരിക്കും. കാരണം എന്താ? ഇവിടെ എവിടെ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരച്ചാലും ആ വെർട്ടിക്കൽ ലൈൻ എന്തേ ചെയ്യുള്ളൂ? ഒരേ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുള്ളൂ? ടച്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതായത് ആക്സിൽ ടച്ച് ചെയ്യണമെന്ന് നോക്കണ്ട. അത് ഗ്രാഫിൽ ഒരേ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുള്ളൂ? ടച്ച് ചെയ്യുള്ളൂ. തിരിച്ച് ഇപ്പോൾ ഇതിലാണെങ്കിൽ, ഈ സർക്കിൾ വരച്ചിട്ടുള്ളതിലാണെങ്കിൽ ഈ പോയിന്റ്, ഇപ്പോൾ സി ഒരു പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റിന് നേരെ എന്താണ്? അത് രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താവില്ല? അത് ഫങ്ഷൻ ആവില്ല. ഓക്കെ.
സോ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റിൽ എന്താ പറയുന്നത്? നോ വെർട്ടിക്കൽ ലൈൻ ഇൻ്റർസെക്ട്സ് ദ കർവ് അറ്റ് മോർ ദാൻ 1 പോയിൻറ്റ്. ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, നോക്കുക. ഇത് ഫംഗ്ഷൻ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, 3 വരച്ചുമ്പോൾ ഈ ലൈൻ വരച്ചാൽ എന്തുണ്ടാവും? അത് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതൊരു ഫംഗ്ഷൻ അല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പീസ് വൈസ് ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പീസ് വൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ പീസ് വൈസ് ആയി ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിനെ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഓർമ്മയില്ലേ? എഫ് ഓഫ് എക്സ് മോഡ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം ഈക്വൽ ടു എക്സ് ആയിരിക്കണം ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ, മൈനസ് എക്സ് ആയിരിക്കും ഇഫ് എക്സ് ലെസ് ദാൻ 0 ആവുമ്പോൾ. ഇതാണ് പീസ് വൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്ത് ഒരു എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെയുള്ള ഭാഗത്ത് മൈനസ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഡൊമൈനെ കഷ്ണങ്ങളാക്കിയിട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയി ഡിഫൈൻ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പീസ് വൈസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. Here f of x mod x equal to x and x greater than equal to 0 and minus x if x less than 0. ചിത്രം വരയ്ക്കുമ്പോൾ എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന ചിത്രം ഈ രൂപത്തിലാണ് വരാൻ പോകുന്നത്. അടുത്തൊരു ഫംഗ്ഷൻ കൂടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/4 x square minus 1 1/4 x square minus 1 if x greater than or equal to 1. കുറച്ച് വാല്യൂസോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ എവിടെ ഉണ്ടാവുക? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അത് ഏത് റേഞ്ചിലുണ്ടാവുക? ഈ സ്ഥലത്താണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4 ഇൻറ്റു x square minus 1 എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് മൈനസ് 3/4 കിട്ടും. അടുത്ത് നോക്കുക, എന്താ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അറ്റ് 2 എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവുക? എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ തന്നെയാണുള്ളത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 തന്നെയാണുള്ളത്. ദാറ്റ് മീൻസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 - 1 0 കിട്ടും. ഓക്കെ, സിമിലർലി 3 4 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക വരച്ചിട്ടുള്ളതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. എക്സ് ലെസ് ദാൻ 1 വരെ എന്ന് വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 1 വരെയുള്ള വാല്യൂവിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ആരാണ്? എക്സ് ആണ്. ദാറ്റ് ഈസ് ദ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ വേറെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ എങ്ങനെ വരച്ചിട്ടുള്ളത്? ഇങ്ങനെ വരച്ചിട്ട് ആ പോയിന്റ് ഡിഫൈൻഡ് ആയിട്ടില്ല, അങ്ങനെയല്ല ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ വട്ടത്തിൽ അത് മാപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് 1 കൊടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്? -3/4 ആണ്. അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ള -3/4. അതുകൊണ്ടാണ് 1ന് താഴേക്ക് മാപ്പ് ചെയ്തപ്പോൾ ഇവിടെ അത് ഡാർക്കൺ ചെയ്തിട്ടുള്ളത്. ഡാർക്കൺ ചെയ്തതിൻ്റെ അർത്ഥം പോയിന്റ് എന്താണ്? ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ അതല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡാർക്കൺ ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ അതാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ? എന്തായിരുന്നു ഒരു ഈവൻ ഫംഗ്ഷൻ, എന്തായിരുന്നു ഒരു ഓഡ് ഫംഗ്ഷൻ? നമുക്കറിയാവുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. എന്താണെന്ന് ആലോചിക്കുക. എന്തായിരുന്നു ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഈവൻ ഫംഗ്ഷൻ. എന്താ ഈവൻ ഫംഗ്ഷൻ? അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് മൈനസ് എക്സ് റീപ്ലേസ് ചെയ്താലും ഫംഗ്ഷൻ്റെ വാല്യൂ മാറുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈവൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും, അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും എഫ് ഓഫ് മൈനസ് എക്സ് ദാറ്റ് ഈസ് മൈനസ് എക്സിൻ്റെ സ്ക്വയർ ഈക്വൽ ടു എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ തന്നെയാണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷന് എക്സാമ്പിളാണ്. സിമിലർലി x⁴, x⁶ എക്സെട്ര ഒക്കെ എന്താണ്? ഈവൻ ഫങ്ഷൻസ് ആണ്. ഇനി കോസ് എക്സ് ഓർമ്മയുണ്ടോ? കോസ് ഓഫ് മൈനസ് എക്സ് എന്താ? കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നതും കോസ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ കോസും എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇനി സെവറൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക.
ഇനി എന്തായിരുന്നു ഒരു ഓഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഉദ്ദേശിക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സിനെ വിളിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഓഡ് ഫംഗ്ഷൻ. എന്താ? എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താൽ ഫംഗ്ഷൻ എന്തായിരിക്കണം? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എടുത്തു. എഫ് ഓഫ് മൈനസ് എക്സ് എന്താ വരിക? മൈനസ് എക്സിൻ്റെ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ മൈനസ് എക്സ് ക്യൂബ് അല്ലേ? സിമിലർലി സൈൻ എക്സ് എന്താ ഉണ്ടാവുക? സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് അപ്പോൾ സൈൻ എക്സ് എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷന് എക്സാമ്പിളാണ്. Just define odd and even function once again. F of minus x equal to f of x for every x in the domain is called an even function. The graph of the even function is symmetric with respect to y-axis. അതായത് വൈയുടെ രണ്ട് സൈഡിലും എന്താണ് വരാൻ പോകുന്നത്? സെയിം തന്നെയാണ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ വരിക എന്നുള്ളതാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഫോർ എവരി എക്സ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് odd function, and the graph of an odd function is symmetric with respect to x-axis, the origin. ഇപ്പോൾ രണ്ടും എക്സാമ്പിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ എഫ് ഈവൻ ഫംഗ്ഷൻ ആണ്, ഇവിടെ ഓഡ് ഫംഗ്ഷൻ ആണ്. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്, ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ഗ്രാഫിക്കലി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടെ നമ്മളോട് ചോദിച്ചത് ഡിറ്റർമൈൻ വെദർ ദ ഫംഗ്ഷൻസ് ആർ ഈവൻ ഓർ ഓഡ് ഓർ നെയ്തർ ഈവൻ നോർ ഓഡ്. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാം? എക്സ് ക്യൂബ് മൈനസ് എക്സ്, എന്ത് ചെയ്യും? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് ഹോൾ ക്യൂബ് മൈനസ് എക്സ്, ദാറ്റ് ഈസ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് എക്സ്, ദാറ്റ് ഈസ് മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. അടുത്ത് എന്താ ഉണ്ടാവുക? എക്സിന് പകരം മൈനസ് എക്സ് കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവും? എക്സ് ഈസ് ടു 4 മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 1 മാറ്റമൊന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അടുത്തത് എക്സ് മൈനസ് 2x സ്ക്വയർ ആണ്. അത് കൂടുതലും ഓഡും ആവില്ല ഈവനും ആവില്ല. കാരണം എഫ് ഓഫ് മൈനസ് എക്സിൽ എച്ച് ഓഫ് മൈനസ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് മൈനസ് 2x സ്ക്വയർ ആണ് വരുന്നത്. അതെന്തല്ല? എഫ് ഓഫ് എക്സിനോട് ഈക്വൽ അല്ല, മൈനസ് എഫ് ഓഫ് എക്സിനോടും ഈക്വൽ അല്ല. അതുകൊണ്ടത് ഓഡും അല്ല ഈവനും അല്ല. ഓക്കെ, അടുത്ത എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. അതിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. വളരെ എളുപ്പമുള്ള ടൈപ്പ് പ്രോബ്ലംസാണ് എല്ലാം തന്നെ ഉള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x plus 4 എഫ് ഓഫ് 0 എഫ് ഓഫ് മൈനസ് 4 എഫ് ഓഫ് എ എഫ് ഓഫ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് 1 എഫ് ഓഫ് 2a എഫ് ഓഫ് റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കാനാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അത്ര മാത്രമേ അതിനകത്തുള്ളൂ. സിമിലർലി ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ് ഇതിനകത്തെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കണ്ടാൽ എന്ത് ചെയ്യുക? പറയുക. ഓക്കെ.